വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് മക്കളെയും കൂട്ടി ദേവന്മാരെ അസുരന്മാരെല്ലാം കൂട്ടി അദ്ദേഹം നേരെ വന്ന് താമസ സ്ഥലമാണ് കാശ്മീർ. കാശ്മീർ വാക്ക് സംസ്കൃതത്തിലെ കശപ്പെന്ന് താമസിച്ച മല എന്നാണ് കാശ്മീർ വാക്ക് നടന്നത്. അതിന് മുസ്ലിങ്ങളോട് കൊള്ളില്ല ഈ കാശ്മീർ. സനാതന ധർമ്മം. രണ്ട്, സനാതന ധർമ്മത്തിലെ ക്ഷേത്രസങ്കല്പം എന്താണ്? മൂന്ന്, സനാതന ധർമ്മത്തിലെ ഈശ്വര ചിന്തയുടെ പ്രത്യേകത എന്താണ്? നാല്, ക്ഷേത്രസങ്കല്പത്തിലെ പ്രതിഷ്ഠയുടെ സാരാംശം എന്താണ്? സനാതന ധർമ്മം എന്ന് കേൾക്കുമ്പോൾ പലരും ഇന്ത്യയിൽ ഉള്ള ഹിന്ദുമതത്തിന്റെ ഒരാശയം എന്ന രീതിയിലാണ് പലപ്പോഴും കാണുന്നത്. എന്നാൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് 45 രാജ്യങ്ങളിൽ തുറന്നു കിടന്ന വിശാലമായ ഒരു ആരാധനാ സമ്പ്രദായമാണ്, ഈശ്വരചിന്തയാണ്. ഏറ്റവും വടക്കുള്ള ക്ഷേത്രം നാം കിട്ടിയിരിക്കുന്നത് യുക്രൈനിലെയും റഷ്യയിലെയും യുദ്ധം നടക്കുന്ന മേഖലയിലാണ് ഏറ്റവും വടക്കുള്ള ക്ഷേത്രം കണ്ടെത്തിയിട്ടുള്ളത്. ഒരു 40 വർഷത്തിന് മുമ്പ് വലിയൊരു മഞ്ഞുമല ഇന്ന് താഴെ വന്നു. ആ മണ്ണെല്ലാം മാറ്റിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് ഒരു ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ശിവക്ഷേത്രമായിരുന്നു. കാർബൺ ഡേറ്റിംഗ് 6000 വർഷം പഴക്കമുള്ളതാണ് അതിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി യുക്രൈനിലെയും റഷ്യയുടെയും തെക്കുള്ള കാസ്പിയൻ കടൽ, കാസ്പിയൻ സീ, അതെല്ലാം പേര് വന്നത് ജനാധിപത്യത്തിലെ പ്രസിദ്ധനായ കശപ്പെ ഇന്ത്യയുടെ പേരിലാണ്. കശപ്പെ സാഗരം ആണ് കാസ്പിയൻ സീ എന്നറിയപ്പെടുന്നത്. അതിന്റെ തീരത്താണ് കശപ്പുള്ളി താമസിക്കുന്നത്. അതിനോട് ചേർന്നുള്ള കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ടർക്കമെനിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ 5 സ്വാമികൾ ഒരു കാലത്ത് ഹിന്ദുമതത്തിന്റെ സനാതനത്തിന്റെ ഈശ്വരനായിരുന്നു. 4000-ഓളം ക്ഷേത്രങ്ങൾ ആ 5 രാജ്യങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആ 5 രാജ്യങ്ങൾ തൊട്ട് തെക്കാണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ പണ്ട് ഹിന്ദു രാജ്യമായി. അഫ്ഗാനിസ്ഥാനിലെ പ്രസിദ്ധമായ രാജകുമാരിയായിരുന്നു മഹാഭാരതത്തിലെ ദുര്യോധനന്റെ അമ്മ ഗാന്ധാർ. ഗാന്ധാർ ദേശം ഇന്നും ഗാന്ധാരത്തെ കഴിക്കുന്ന കാമഹാവ രാജകുമാരിയായിരുന്നു ദുര്യോധനന്റെ അമ്മ ഗാന്ധാർ. 3000 ക്ഷേത്രങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടെത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ തൊട്ടപ്പുറത്താണ് ഇറാൻ. ഇറാനിൽ വാക്ക് വരുന്നതിനെ ആര്യാന വാസോ, ആര്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. പേർഷ്യൻ സംസ്കാരം ഹിന്ദുമത സംസ്കാരമായിരുന്നു. അവർ ഔദ്യോഗിക ഭാഷ സംസ്കൃതമായിരുന്നു. പേർഷ്യൻ സംസ്കാരം സ്ഥാപിച്ചത് സൈറസ് ചക്രവർത്തിയാണ്. ഗ്രീക്കുകാരുടെ ഭാഷയിൽ സൈറസ്, സംസ്കൃതത്തിലെ രാജാവിന്റെ പേര് സരസ എന്നായിരുന്നു. ഗൃഹീയനായ സരസമായ രാജാവ്. ഈ സരസ എന്നുള്ള സംസ്കൃത വാക്കാണ് ഗ്രീക്കുകാർ സൈറസ് എന്നാക്കി മാറ്റുക. അദ്ദേഹത്തെ കൊച്ചുമകനായിരുന്നു സർസസ് ചക്രവർത്തി. ഗ്രീക്കുകാരിൽ സർസസ് ഉപയോഗിക്കുന്ന സംസ്കൃത ഭാഷയിലെ രാജാവിന്റെ പേര് സഹസ്ര എന്നായിരുന്നു. ഈ സഹസ്ര എന്ന വാക്കാണ് ഗ്രീക്കുകാർ സർസസ് ആക്കി മാറ്റുന്നത്. അദ്ദേഹത്തിന്റെ മകനായിരുന്നു അപ്രാസക്സസ്. ഞങ്ങളുടെ വേദോത്സവത്തിലെ എപ്രദ്രാക്ഷൻ മോഹൻ കഴിക്കുന്ന രാജാവ്. അപ്രാസക്സ് എന്ന് പറഞ്ഞാൽ അപ്രസഹർഷ എന്നാണ് വാക്കിന്റെ അർത്ഥം. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ സംസ്കൃതമായിരുന്നു. അവരുടെ രാജാക്കന്മാരെല്ലാം സനാതന ധർമ്മ വിശ്വാസികളായിരുന്നു. ഇറാൻ കഴിഞ്ഞ അപ്പുറത്തുമായി ഇറാഖ് എന്ന രാജ്യമാണ്. ഇറാഖിലെ പ്രസിദ്ധമായ രാജവംശമാണ് അക്കാളിയൻ. അക്കാളിയൻസ് ഋഗ്വേദത്തിലെ ഇന്ദ്രനെയും വിത്രനെയും വർദ്ധനെയും ആരാധിച്ചിട്ട് ജനകാലമായി. ഇറാഖിന്റെ അപ്പുറത്താണ് പ്രസിദ്ധമായ തുർക്കി, വലിയൊരു ഇസ്ലാമിക രാഷ്ട്രമാണ്. തുർക്കി ഒരു കാലത്ത് ഭരിച്ചിരുന്നത് പ്രസിദ്ധരായ ഹിറ്റൈറ്റുകൾ, പിതാവുകൾ നമ്മൾ കേൾക്കുന്ന ആളുകൾ. ഹിറ്റൈറ്റുകളിൽ തൊട്ട് ഇറാഖിനോട് ചേർന്ന് കിടക്കുന്ന മിത്താനികൾ തമ്മിൽ ഒരു എഗ്രിമെന്റ്. 3600 വർഷത്തിനകം അവർ ഉൾപ്പെട്ട എഗ്രിമെന്റ് ബോബസ്കോയി ലിഖിതങ്ങളുടെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് തുർക്കിയിലെ രാജാവ് ഇറാഖിലെ മിത്താനികളിൽ നിന്നൊരു എഗ്രിമെന്റ് നമ്മുടെ ദേവന്മാരായ ഇന്ദ്രനെയും വിത്രനെയും വർമ്മനെയും കാത്തു നിർത്തി നമ്മളിതാ ഈ എഗ്രിമെന്റ് ഒപ്പുന്നതിനാൽ അവരെല്ലാം ഋഗ്വേദ പാരമ്പര്യമുള്ള സനാതന വിശ്വാസികളായിരുന്നു തുർക്കി, ഇറാഖ്.
ഈ വെട്ടറിനോട് ചേർന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈജിപ്താണ്. ഈജിപ്തിൽ 24 ഹൈന്ദവ ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, 18 ഉദ്ഭവ ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ പുരാണ ദൈവസങ്കല്പങ്ങളെല്ലാം കാറിൽ ഈജിപ്ത് ദൈവസങ്കല്പങ്ങളാണ്. വിശാലമായ ഉച്ചകണ്ണിയാണ് പറയുന്നത്. ഇടക്കാലത്തേക്കോ ഈജിപ്ത് വിസ്തരക്കേക്കോ അദ്ദേഹത്തെ കാണാൻ വന്ന 30 പേർ ഹിന്ദുക്കളായിരുന്നു. തൽക്കാലത്തെ ലാൻഡ് ചെയ്ത 12 പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികളായിരുന്നു. ഇന്നർ യാത്രകളോട് ചേർത്തിരിക്കുന്നവരായിരുന്നു. ഇനി തെക്കേനേഷ്യയിലൂടെ വന്നു കഴിഞ്ഞാൽ തെക്കേനേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും, പാക് രാജ്യങ്ങൾ 7, പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് ഉൾപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഹിന്ദു മതസ്ഥരായിരുന്നു. കാശ്മീരിലുള്ള താമസിക്കുന്ന കശ്യപ് മുനി ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് മക്കളെയും കൂട്ടി, ദേവന്മാരെ അസുരന്മാരെല്ലാം കൂട്ടി അദ്ദേഹം നേരെ വന്ന് താമസ സ്ഥലമാണ് കാശ്മീർ. കാശ്മീർ വാക്ക് സംസ്കൃതത്തിലെ കശപ്പെന്ന് താമസിച്ച മലയെന്നാണ് കാശ്മീരിൽ വാക്കിന്റെ അർത്ഥം. അതിന് മുസ്ലിങ്ങളോട് ബന്ധമില്ല ഈ കാശ്മീർ. ഇനി തെക്കനേഷ്യയിൽ നമ്മൾ പോയി ഹിമാലയത്തിൽ കിടന്ന് വടക്കോട്ട് പോയാൽ ഏറ്റവും വടക്കുള്ള ക്ഷേത്രം കണ്ടെത്തിയിട്ടുള്ളത് ചൈനയുടെ തലസ്ഥാനമായ പിക്കിയിൽ 100 കിലോമീറ്റർ തെക്കാണ്. തെക്കൻ ചൈനയിൽ മാത്രം 4000-ഓളം ക്ഷേത്രം ഇപ്പോഴും നിലനിൽപ്പുണ്ട്. പഴയൊരു മക്കളൊന്നുമില്ല. ഹിന്ദുമത ക്ഷേത്രങ്ങൾ, ഭഗവാൻ വിഷ്ണുവിനെയും ശിവനെയും കുറിച്ച് ക്ഷേത്രങ്ങൾ, ഇന്ദ്രനെയും വിക്രമനെയും ക്ഷേത്രങ്ങൾ 4000-ഓളം ചൈനയുടെ തെക്കൻ ചൈനയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോയാൽ ബർമ്മ ഹിന്ദുരാഷ്ട്രമായിരുന്നു, മലേഷ്യ ഹിന്ദുരാഷ്ട്രമായിരുന്നു. അതിനപ്പുറത്ത് തായ്ലൻഡ് അന്നും ഇന്നും ഹിന്ദുത്വ രാഷ്ട്രമാണ് തായ്ലൻഡ്. ആ തായ്ലൻഡിനെ വിളിച്ച പേരാണ് സയാം. സയാം എന്ന് പറഞ്ഞാൽ സംസ്കൃതം ശ്യാമദേശം. ശ്യാമദേശമാണ് സയാം എന്ന് വിളിക്കുന്ന സ്ഥലം. അതിന്റെ തൊട്ടപ്പുറത്താണ് കംബോഡിയ അല്ലെങ്കിൽ കംബൂച്ചിയ. കംബൂച്ചിയ ഭരിച്ചിരുന്ന ഹിന്ദു രാജാക്കന്മാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ് കംബോഡിയയിലാണ്. അങ്കോർ വാട്ട് എന്നാണ് ക്ഷേത്രത്തിന്റെ പേര്. 10 ചതുരശ്ര കിലോമീറ്ററാണ് ക്ഷേത്രം വയ്ക്കുന്നത്. 5000 ഏക്കറിലാണ് ക്ഷേത്രം വഹിക്കുന്നത്. തിരുവല്ലായും ചെങ്ങന്നൂരെല്ലാം ഉൾപ്പെട്ട ഒരു ക്ഷേത്രം നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ട്. അതാണ് അങ്കോർ വാട്ട്. തറയിൽ നോക്കിയുള്ള ക്ഷേത്രം വഴി കാണാതെ ഒരു ഹെലികോപ്റ്റർ ചെയ്ത് താപ്പോട്ട് നോക്കണമെങ്കിൽ ഈ അങ്കോർ വാട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങളിത് നാഷണൽ ജോഗ്രാഫിക് കയറി അങ്കോർ വാട്ട് അടുത്ത് നോക്കിയാൽ ഒരു നമുക്ക് പ്രോഗ്രാം ആ ക്ഷേത്രത്തിനെ കഴിയും. ദേവറിന് 2-ാം മുതൽ ദേവറിന് 7-ാം വരെയുള്ള 6 രാജാക്കന്മാരാണ് 5000 ഏക്കറിൽ 5000 നിൽക്കുന്ന 10 കിലോമീറ്ററുകൾക്കുള്ള അങ്കോർ വാട്ട് ക്ഷേത്രം കണ്ടത്. അത് കഴിഞ്ഞ് അപ്പുറത്തെ ലാവോസും വിയറ്റ്നാമിൽ വിയറ്റ്കോങ്ങിൽ വന്നിട്ട് 200 വരെ ആയിട്ടുള്ളൂ. അതിന് 1000 വർഷം വിയറ്റ്നാമും ലാവോസും ഹിന്ദു രാഷ്ട്രങ്ങളായിരുന്നു. ശ്രീവിജയ, ചമ്പ എന്നൊക്കെയാണ് രാജാവിന്റെ പേരുകൾ. ഈ കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം ഈ സ്ഥലങ്ങൾക്കുണ്ടായിരുന്നു. 200 കൊല്ലത്തിൽ നിന്നുമാണ് ഹിന്ദു രാജാക്കന്മാർക്ക് ഭരണം നഷ്ടപ്പെട്ടിട്ട് വിയറ്റ്കോങ്ങിൽ പിടിച്ചെടുത്തത്. കൊറിയ ഹിന്ദു രാഷ്ട്രമായിരുന്നു. ശ്രീരാമന്റെ പ്രസിദ്ധമായ ക്ഷേത്രം അയോധ്യയിൽ പണിതെടുത്തപ്പോൾ നരേന്ദ്രമോദിയത് പ്രാണപുരുഷ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട 3 പേര് വന്നതെന്നാണ് അറിയാമോ? സൗത്ത് കൊറിയയിൽ നിന്നാണ്. സൗത്ത് കൊറിയയിലെ രാജവംശത്തിന്റെ രാജ്ഞിമാരെ അയോധ്യയിലെ ശ്രീരാമചന്ദ്രന്റെ വംശപരമ്പരപ്പെട്ടവരായിരുന്നു. അതുകൊണ്ടാണ് കൊറിയയിൽ നിന്ന് 100 ഡെലിഗേഷൻ അയോധ്യയിലെത്തി. ഇനി സൗത്ത് ഈസ്റ്റ് ഏഷ്യ കഴിഞ്ഞപ്പോൾ കടലിലോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പസിൽ സമുദ്രമാണ്. അവിടെ 14 ദ്വീപസമൂഹങ്ങളുടെ പേര് അയോധ്യയിലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പേരിലാണ്. 14 ദ്വീപസമൂഹങ്ങളുടെ പേര് ഇപ്പോഴും മാറ്റിയിട്ടൊന്നുമില്ല. ആ ദ്വീപുകളുടെ വടക്കാണ് ഈസ്റ്റർ ഐലൻഡ്. സൈനോ നദീതര സംസ്കാരത്തിന്റെ ലിപി ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരൊറ്റ സ്ഥലത്തെ ലിപികളുള്ളൂ. അത് ഈസ്റ്റർ ഐലൻഡാണ്. ഇപ്പോൾ ആൾത്താമസില്ലാത്ത ഒരു ദ്വീപമാണ്. ഇന്ത്യയുടെ സൈനോ നദീതര സംസ്കാരം ഈ സിന്ധുതര തീരം കഴിഞ്ഞ് ഇന്ത്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യ കഴിഞ്ഞ് പസഫിക് സമുദ്രത്തിന്റെ വടക്കറ്റത്തുള്ള ഈസ്റ്റർ ഐലൻഡ് വരെ എത്തിയിരുന്നു. ഇനി പസഫിക് സമുദ്രം തെക്കോട്ട് പോയാലോ അവിടെയാണ് പ്രസിദ്ധമായ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപും ബാലിദ്വീപാണ്. ബാലിദ്വീപിനകത്ത് ഇപ്പോഴും 97% ഹിന്ദുക്കളാണ്. 97%. ആ 97% ഹിന്ദുക്കളുള്ള ബാലിദ്വീപിൽ കേരളത്തിൽ എസ് കെ പൊറ്റക്കാരെ പോയി അദ്ദേഹത്തോടൊക്കെ നടന്നു വന്നിട്ട്
ടൗണിലെത്തി അദ്ദേഹം പറയുകയാണ്, നടന്നു നടന്ന് ഞാനിന്ന് കോഴിക്കോട്ടെ ചേവായൂരെത്തിയോട് സംശയിച്ചു പോയി. കാരണം ബാലദ്വീപിലെ ക്ഷേത്രങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ഒരേ പാറ്റാണ്. കേരളത്തിലും ശില്പികൾ പോയിട്ടാണ് ബാലദ്വീപിലെ പല ക്ഷേത്രങ്ങളും പണിത്. അതുകൊണ്ടാണ് എസ് കെ പൊട്ടക്കാരൻ നടന്നു നടന്ന് കോഴിക്കോട് ചേവായൂരെത്തിയോട് സംശയിച്ചു പോയി എന്ന് പറയുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രമാണ് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ 150 കിലോമീറ്റർ പടിഞ്ഞാറാണ്. ആ ക്ഷേത്രത്തിന്റെ പേര് ഓരോ ബുദ്ധ ക്ഷേത്രം. 1.5 കിലോമീറ്ററാണ് ക്ഷേത്രത്തിന് നീളം. മെയിൻ ഗേറ്റിലൂടെ ക്ഷേത്രത്തിൽ കയറിയാൽ 1.5 കിലോമീറ്റർ ക്ഷേത്രത്തിന് അങ്ങോട്ട് പോകണം, ക്ഷേത്രത്തിന് പോയിട്ടല്ല. ലോകത്തിൽ ഒരു മതത്തിനും 1.5 കിലോമീറ്റർ നീളമുള്ള ആരാധനാലയമില്ല. ലോകത്തിൽ ഒരു മതത്തിനും അങ്കോർവാട്ടിനെ പോലെ 10 ചതുരശ്ര കിലോമീറ്റർ 5000 ഏക്കർ ഒരു ക്ഷേത്രമില്ല. ഹിന്ദുമതത്തിനാണ് വലിയ ക്ഷേത്രം, ഓരോ ക്ഷേത്രം. ഇനി അവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ കിഴക്കോട്ട് പോയാൽ അവിടെ ഫിജി എന്നൊരു ദ്വീപം. ഫിജി ഹിന്ദുമത ഭൂരിപക്ഷമുള്ള രാഷ്ട്രമാണ്. ഇടയ്ക്ക് യുപിക്കാരനോട് മുഖ്യമന്ത്രിയാകുന്ന പ്രധാനമന്ത്രി. ആ ഫിജിയിലെ ഒരു ദ്വീപിന്റെ പേര് രമണക ദ്വീപ് എന്നാണ്. ആ രമണക ദ്വീപിലെ ആളുകൾ പറഞ്ഞത് കാളിയന്മാരാണ്, ഞങ്ങളെ എല്ലാവരുടെ പേരിൽ ഭഗവാൻ കൃഷ്ണൻ ഓടിച്ചാണെന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് കേട്ടോ നമ്മൾ ഭാഗവതം നോക്കുമ്പോൾ വായിച്ചാൽ ഭാഗവതത്തിലെ പ്രസിദ്ധമായ ഭാഗം 10ാം സ്കന്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ കാളിയനെ പരാജയപ്പെടുന്ന രംഗമാണ്. ഒരു ആൽമരത്തിന് മുകളിൽ നിന്ന് ഭഗവാൻ എടുത്ത് ചാടി ഈ കാളിയനെ ചവിട്ടി പതവാക്കി. അപ്പൊ ഈ കാളിയൻ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. അയ്യോ ഭഗവാനെ, ഭർത്താവിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. കാളിയന്മാരെ മക്കളുണ്ടായിരുന്നു. ആ 4 മക്കളുടെ ഭഗവാൻ തോന്നി, ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. ഭഗവാൻ ഞാൻ കൊല്ലാനും ഉദ്ദേശിച്ചിട്ടില്ല, നീ കാളിൽ നിന്ന് രക്ഷമാക്കൊക്കെ നീ കടൽ കിടന്ന് രമണക ദ്വീപിൽ താമസിച്ചോളാൻ ഭാഗവതത്തിന്റെ 10ാം സ്കന്ധത്തിൽ വായിക്കാൻ. ചിലപ്പം ഭാഗവത വ്യാഖ്യാനിക്കുന്ന കൂടുതൽ അജ്ഞാനാക്കുന്നു പറഞ്ഞു തരും രമണക ദ്വീപിന്റെ ചരിത്രം. അപ്പൊ ഭാഗവതം വായിച്ചിട്ട് നമ്മൾ ഫിജി ചെല്ലുമ്പോഴാണ് ഇത് രമണക ദ്വീപെന്ന ദ്വീപാണ്. അവിടുത്തെ ജനങ്ങൾ പറയുന്നത് കാളിയന്മാരാണ്, ഞങ്ങളെ ഭഗവാൻ കൃഷ്ണൻ യമുനാനദിയിൽ ഓടിച്ചു എന്ന് അവരിപ്പോഴും പറയുകയാണ്. അപ്പോ എന്തൊരു അർത്ഥ വ്യാപുലം എന്ന് മനസ്സിലാക്കുക. ഓസ്ട്രേലിയയിലെ മൗറികൾ അവർക്കൊരു പുണ്യക്ഷേത്രം ഉണ്ടായി. അതിലൊരു മണിയുണ്ട്. ആ മണി അടുത്ത കാലത്ത് പരിശോധിച്ചു. ക്ഷേത്രത്തിൽ ഇടിമനല്ലേ, അത് പരിശോധിച്ചപ്പോഴാണ് ആ മണിക്കകത്ത് പരമശിവന്റെ പേര് തമിഴ് ഭാഷയിൽ കൊത്തിവെച്ചിരിക്കുകയാണ്, തമിഴ് ഭാഷയിൽ. അപ്പോഴ് ഒറിജിനലി ആ മൗറീസ് ഇന്ത്യയിൽ പോയ ഹിന്ദുക്കളാണ്, സനാതന വിശ്വാസികളാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറ്. അപ്പോഴ് നമ്മൾ ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമുള്ള ഹിന്ദു ഭക്തത്തിന്റെ ഇതൊക്കെയാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് മാത്രം. ഞാൻ പറഞ്ഞതാണ്, 46 രാജ്യങ്ങളിൽ പരന്നു കിടന്ന ഒന്നാണ് ഈ സനാതന ധർമ്മം. ആഫ്രിക്കയും യൂറോപ്പും ഏഷ്യയും ഓസ്ട്രേലിയയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയൊക്കെ ഉൾപ്പെട്ട വിശാലമായ ഭൂമുഖത്താണ് ഋഗ്വേദത്തിൽ നിന്ന് ആരംഭിച്ച പ്രസിദ്ധമായ സനാതന ധർമ്മത്തിന്റെ സാന്നിധ്യവും വിശ്വാസവും ഉള്ളത്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാം.